നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുജിത്ത് വൈദ്യൻ. ഇന്ന് നമ്മൾ ഷവർമ കേക്കാണ് ഉണ്ടാക്കുന്നത്. ഒരു എക്സ്പെരിമെന്റ് സാധനമാണ്. നമുക്ക് എന്തായാലും ആ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. അത് പാളി പോകുമോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഷവർമ കേക്ക് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിനുവേണ്ടി കുറച്ച് വെള്ളം നമ്മുടെ സോസ് പാനിലോട്ട് ഒഴിച്ച് ചിക്കൻ വേവിച്ചെടുത്തിട്ട് വേണം നമ്മുടെ ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോകാൻ. വെള്ളത്തിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മതി, ഒരു 4 ഗ്രാമ്പൂ, ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചിക്കനും ഉപ്പൂടെ ചേർത്ത് നമുക്ക് ഇതിനെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ തിളച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനൊരു ബാറ്റർ ഉണ്ടാക്കണം. അതായത് നമുക്ക് കേക്കിൻ്റെ ഒരു ബേസ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് 3 മുട്ട എടുക്കണം. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദാപ്പൊടി, നമ്മൾ കപ്പ് ഏതാണോ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർക്കാനായിട്ട്. അതിലേക്ക് 1 കപ്പ് പശുവിൻ പാല്, സൺഫ്ലവർ ഓയിൽ, 1 നുള്ളു ഉപ്പ്, ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. നമ്മൾ മിക്സിയിൽ ബാറ്റർ നല്ലപോലെ അരച്ചെടുത്തു. ഇനി നമുക്ക് ഇതിന്റെ ഫില്ലിങ്സ് തയ്യാറാക്കണം. ചിക്കൻ ഓൾറെഡി വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കതിനെ കട്ട് ചെയ്തിട്ട് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് വേണം അതിന്റെ മിക്സ് ഉണ്ടാക്കാൻ. മിക്സ് ഉണ്ടാക്കിയിട്ട് വേണം ഇതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാൻ. ഷവർമ കേക്കിന്റെ ഫില്ലിങ്സ് ഉണ്ടാക്കാം. ആദ്യം ക്യാബേജ് കട്ട് ചെയ്തത്, സവാള, ക്യാപ്സിക്കം, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എരിവിനായിട്ട് നല്ല പഴുത്ത പച്ചമുളക്, മയോണൈസ്, നമ്മുടെ ഹോം മെയ്ഡ് മയോണൈസ് ആണ്, കെച്ചപ്പ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ ബോയിൽ ചെയ്ത് കട്ട് ചെയ്തെടുത്ത് ചിക്കനോടെ ചേർത്ത് മിക്സ് ചെയ്യണം. ഒരുമിച്ച് ഇട്ടതിന് ശേഷം മിക്സ് ചെയ്യാം. ഞാൻ ആദ്യം വെജിറ്റബിൾ മിക്സ് ചെയ്തതിന് കാരണം അല്ലെങ്കിൽ ഇത് ഇളക്കുമ്പോൾ തെറിച്ചു പോകത്തില്ലേ, ചെറിയ പാത്രമാണ്, അതുകൊണ്ട് തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം വെജിറ്റബിൾ എല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ ക്രീം ആയതുകൊണ്ട് ഒതുങ്ങിയിരിക്കും. അതുപോലെ ഉപ്പിട്ടാണ് വേവിച്ചത്. അതുപോലെ മയോണൈസിൽ ഉപ്പുണ്ട്. ഇതുകൊണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് വേണ്ട ഉപ്പ് ആഡ് ചെയ്യാവൂ. ഇതിന് ഉപ്പ് നോക്കാം. ഉപ്പുണ്ട്, എരിവുണ്ട്. ഒരു പച്ചവടം കിട്ടി, സൂപ്പർ എരിവ്. ഇങ്ങനെ തന്നെ എടുത്ത് കഴിച്ച് കളയരുത്, ബാക്കി ഇനി ഉണ്ടാക്കാനുള്ളതാണ്. ഈ പാത്രത്തിലാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ഈ പാത്രം നല്ലപോലെ ഗ്രീസ് ചെയ്തെടുക്കണം. അതായത് ബട്ടർ ഒഴിച്ച് തേച്ച്, ബട്ടറല്ല നെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലോ ഒക്കെ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ച് കുറേ കരിഞ്ഞു പോകും. നമ്മൾ ഗ്രീസ് ചെയ്തതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററില്ലേ, ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ആദ്യം അടിയിലൊരു ലെയർ ഇതിനെ ഒഴിച്ചിട്ട് നമുക്കൊന്നിങ്ങനെ ചുറ്റിച്ച് എടുക്കാം. താഴെ ഒരു ലെയറായി. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കണം. ഫില്ലിങ്സ് ഇട്ടതിലോട്ട് മുകളിൽ ഇനി ചീസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. ബാറ്റർ ഒഴിച്ച് ഇതെല്ലാം നമ്മൾ സെറ്റാക്കി എടുത്തു. നമ്മളിനി അടച്ച് വെച്ച് ഇതിനെ കുക്ക് ചെയ്യണം. ഇതിനെ കുക്ക് ചെയ്യുന്നതിനൊരു മെത്തേഡുണ്ട്. നമ്മുടെ ഈ ഫ്രൈ പാൻ വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് നമ്മൾ പാത്രം വെക്കുന്നത്. ഓവനുള്ളവർ ഓവനിൽ ചെയ്യാൻ പറ്റും. ഇത് ദോശക്കല്ല് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഇതെടുത്ത് വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ദോശക്കല്ല് ചൂടായി, അതിലേക്ക് നമ്മുടെ ഈ പാത്രം ഇറക്കി വെക്കുവാണ്. ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ് കുക്ക് ചെയ്യണം. ഷവർമ കേക്ക് ഇപ്പോൾ വെച്ചിട്ട് 25 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ സൈഡെല്ലാം കുക്കായി വന്നു. ഇനി നടുഭാഗമാണ് കുക്കാവുള്ളത്. നമുക്ക് ഇതിനെ തിരിച്ചു വെക്കണം. തിരിച്ചു വെച്ചില്ലെങ്കിൽ എന്താ വെച്ചാൽ മടി കഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. ക്രിസ്പി ഷോട്ട്. ഇനി അടിഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇത്രയും കറക്റ്റായിട്ട് വന്നു. ഇനി നമുക്ക് അടിയും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ ഷവർമ കേക്കിൻ്റെ അടിഭാഗവും വെന്തെന്നുള്ള വിശ്വാസത്തിൽ നമുക്കിതിനെ എടുക്കാം. പെർഫെക്റ്റ് കുക്ക്, പെർഫെക്റ്റായിട്ട് വന്നു. എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം. നല്ല കളറുണ്ട്, കുക്കാണ്. ആ ഭാഗവും നല്ലപോലെ കുക്കായി എന്നറിയാൻ വേണ്ടിയാണ് നോക്കുന്നുണ്ട്. മാവ് ഒട്ടും പറ്റിയിരിപ്പില്ല.
അപ്പോൾ നല്ലതുപോലെ ഡോ എല്ലാം നല്ലപോലെ കുക്കായി. നമുക്കിതിനെ കട്ട് ചെയ്യണം. ചൂടോടെ കട്ട് ചെയ്യണം, തണുത്തിട്ട് വേണം. ചൂട് വേണം, തണുപ്പ് വേണം, ചൂട് വേണം, തണുപ്പ് വേണം. അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയട്ടെ, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലോ. അങ്ങനെ നമ്മുടെ കേക്ക് ഷവർമ തണുത്തു. നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്യാം. മോനെ മോനെ നോക്കിനകത്ത് ഫില്ലിങ്സ് ഇരിക്കും. വയ്യ, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ചീസും പ്രത്യേകിച്ച് നമ്മളുണ്ടാക്കിയ ഫില്ലിങ്ങും എന്തൊരു അസാധ്യ ടേസ്റ്റാണ്. ബേസ് ഉണ്ടാക്കിയ അതും ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. പെർഫെക്റ്റ് എന്ന് വെച്ചാൽ 200% പെർഫെക്റ്റ്. അത്രയും സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഈ ഡിഷ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഓവനുള്ളവർക്കാണെങ്കിൽ വളരെ ഈസിയാണ്, ഇത്രയും പാടില്ല, ഒന്നും പറയാനില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.